ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. അതായത് നമുക്ക് മിഡിൽ ഈസ്റ്റ് എപ്പോഴും പ്രശ്നബാധിത പ്രദേശമാണ്. യുദ്ധങ്ങൾ അവിടെ ചിരകാലമായിട്ട് മാറിയും മറിഞ്ഞും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു യുദ്ധത്തിന് വിരാമം ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്കറിയാം ഇതോടുകൂടി അവിടുത്തെ യുദ്ധം അവസാനിക്കാനൊന്നും പോകുന്നില്ല. നെക്സ്റ്റ് ഫേസ് ഓഫ് വാർ ആര് തമ്മിലായിരിക്കും എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതിയാകും. കാരണം മിഡിൽ ഈസ്റ്റ് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം അവിടുത്തെ ഈ ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഇഷ്യൂ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രായേലിനെ ഫോം ചെയ്ത ഒരു പവേഴ്സ് ദാറ്റ് ബി, അധികാര ശക്തികൾ ആരാണോ അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന ആ ഒരു സമയം വരെ അവിടെ യുദ്ധം ഇതുപോലെ ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഡൈനാമിക്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഗ്രേറ്റർ ഇസ്രായേലാണ് അവരുടെ ശരിക്കുള്ള ലക്ഷ്യം. ആ ഗ്രേറ്റർ ഇസ്രായേൽ ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പടിഞ്ഞാറൻകാരുടെ പ്രോജക്റ്റ് തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റോട് കൂടി നമുക്ക് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ആ ഒരു ഇസ്രായേലിനെ സെറ്റിൽ ചെയ്യുക എന്നുള്ളത്, ഇസ്രായേൽ എന്നുള്ള ഒരു എന്നുവെച്ചാൽ ഇസ്രായേലിനെതിരെ യാതൊരു ഓപ്പോസിഷനും അവിടെ ഉണ്ടാകരുത്, ഒരു എതിർപ്പും, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ യാതൊരു സഖ്യം ചേരലും അല്ലെങ്കിൽ പ്രതിരോധവും ഒന്നും അവിടെ ഉണ്ടാകരുത്. ആ ഉണ്ടാകാത്ത, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന, ഡൈല്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കതിനെ എന്താണ് പറയുന്നത്, ഈ അങ്ങനെയുള്ളൊരു ശക്തികളെ, ഒരു രാജ്യമെങ്കിൽ രാജ്യം, അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടായ്മയുണ്ടെങ്കിൽ അതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പ്രക്രിയയാണ് ഇപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഓയിലിൻ്റെ റിസോഴ്സിൻ്റെ മുകളിൽ തീർച്ചയായിട്ടും ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതിൽ കവിഞ്ഞും മറ്റുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ ആയിട്ടുള്ള റഷ്യ, ചൈന, ഇന്ത്യ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് റഷ്യയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ റൈവൽ എന്ന് പറയുന്നില്ല. ഹിസ്റ്റോറിക്കലി റഷ്യയാണ് ബ്രിട്ടൻ്റെ അല്ലെങ്കിൽ പടിഞ്ഞാറൻകാരുടെ റൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റഷ്യയുടെ നേതൃത്വത്തിലുള്ള ഒരു സാമ്രാജ്യ സംവിധാനത്തെ വളർത്തിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അങ്ങനെ റഷ്യയുടെ നേതൃത്വത്തിലുള്ളൊരു വലിയൊരു, റഷ്യയുടെ ഓർബിറ്റിലുള്ള, അതിനകത്ത് ചൈനയൊക്കെ ഉൾപ്പെടും ഇപ്പോൾ തീർച്ചയായിട്ടും, ഇന്ത്യയൊക്കെ അതിനകത്തിലുണ്ട്, മോറോലെസ് എന്ന് നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തെ ഒരിക്കലും അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ കാരണം അതുകൊണ്ട് റഷ്യ യുക്രൈൻ വാർ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോഴും അതിനകത്തിൽ സമാധാനമാണ് ആവശ്യമെങ്കിൽ എപ്പോഴേ സമാധാനം കാണുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിനകത്തിൽ സമാധാനത്തിൻ്റെ യാതൊരു ചർച്ചകളുമില്ല, അല്ലെങ്കിൽ നീക്കുപോക്കുമില്ല. റഷ്യയെ പരമാവധി ദുർബലപ്പെടുത്തുക, അല്ലെങ്കിൽ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ യുദ്ധം നടത്തുന്ന പാശ്ചാത്യരുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് യുക്രൈന് ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അത് നമുക്ക് ആ യുദ്ധം ഇപ്പോൾ തീർച്ചയായിട്ടും, റഷ്യയ്ക്ക് അതിലൊരു ഡിസിസീവായിട്ടുള്ള വിക്ടറി, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പടിഞ്ഞാറൻ സാമ്രാജ്യ ശക്തികളുടെ ലക്ഷ്യങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും അവർക്ക് നേടുവാൻ സാധിക്കത്തില്ല. പക്ഷേ അതിനകത്തിൽ റഷ്യ, കാരണം യുദ്ധത്തിൽ ട്രാപ്പ് ചെയ്തിടുക എന്ന് പറഞ്ഞാൽ ആ രാജ്യം വളരെ ദുർബലമായി പോകും, നമുക്കറിയാം. ഇപ്പോൾ റഷ്യ സാമ്പത്തികമായിട്ട് അത്രയ്ക്ക് വലിയ ഉയർന്ന അവസ്ഥയുള്ള രാജ്യമൊന്നുമല്ല. നമ്മൾ GDP ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെയും വളരെ കുറച്ച് GDP ഉള്ള, ഇന്ത്യയെക്കാളിലും താഴെ GDP ഉള്ള ഒരു രാജ്യമാണ് തീർച്ചയായിട്ടും. പക്ഷേ ലോകത്തിൽ രണ്ടാമത്തെ മോസ്റ്റ് പവർഫുൾ നേഷൻ എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം അവർക്കുണ്ട്. അവിടെയാണ് നമുക്ക് ആ കാണുന്ന കോൺട്രാഡിക്ഷൻ, അല്ലെങ്കിൽ വൈരുദ്ധ്യം. ഓക്കെ, അപ്പം ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിൻ്റെ സെറ്റിൽമെൻറ്റോട് കൂടി, അല്ലെങ്കിൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള പ്രോജക്റ്റോട് കൂടി യുദ്ധം നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. പക്ഷേ അതുണ്ടാകുന്ന ആ ഒരു അവസ്ഥ വരെ ഈ യുദ്ധങ്ങൾ നമുക്ക് അവിടുത്തെ റീജിയണൽ കോൺഫ്ലിക്റ്റ് നമുക്ക് തീർച്ചയായിട്ടും മാറി മറിഞ്ഞും. ഇപ്പോൾ പണ്ട് ഇറാൻ ഇറാഖ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ഇറാനാണ്. നാളെ നമുക്ക് ഇസ്രായേൽ സൗദി അറേബ്യയോ, അല്ലെങ്കിൽ ഇസ്രായേൽ ടർക്കി, അല്ലെങ്കിൽ ഇസ്രായേൽ പാകിസ്ഥാൻ, ഇങ്ങനെയുള്ള ഏതെങ്കിലും നമുക്കൊരു ധ്രുവീകരണം നമുക്ക് യുദ്ധത്തിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. അറിയത്തില്ല നമുക്ക് നെക്സ്റ്റ് ഫേസ് ഓഫ് വാർ.
അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നത്. അതായത് നമുക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു പാകിസ്ഥാനും സൗദിയും തമ്മിലൊരു മിലിറ്ററി എഗ്രിമെൻറ്റ് എന്ന് പറയുമ്പം ഒരു സൈനികപരമായിട്ടുള്ള, നമ്മൾ പൊതുവേ ഡിപ്ലോമാറ്റിക് ടേംസിലൊക്കെ സ്ട്രാറ്റജിക് ട്രീറ്റ് എന്നൊക്കെ പറയും, തന്ത്രപരമായിട്ടുള്ളൊരു കരാർ രണ്ട് രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ വർഷം അവർ ഒപ്പുവെച്ചെന്ന് പറയുമ്പോൾ അതിനകത്തിൽ പാകിസ്ഥാനും സൗദിയും മാത്രമേ അന്നേരം ഉള്ളായിരുന്നു. അപ്പോൾ അതൊരു തുടക്കം മാത്രമാണ്. ആ തുടക്കം എന്ന് പറയുമ്പോൾ അതിനകത്തിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 17, 2025 സെപ്റ്റംബർ 17 ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഈ സൈനിക കരാർ. അപ്പോൾ യുദ്ധം തുടങ്ങിയിട്ടില്ല. അത് ഇസ്രായേലും ഇറാൻ തമ്മിൽ യുദ്ധം. അതിന് മുമ്പ് ഒരു ചെറിയ ഷോർട്ട് ടൈം വാർ ഉണ്ടായിരുന്നല്ലോ, 2 ആഴ്ചത്തെ കൊണ്ട് ഷോർട്ട് ടൈം വാറുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് തീർച്ചയായിട്ടും ഈ സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കരാർ ഒപ്പിടുകയും ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് മ്യൂച്വലി ബൈൻഡിങ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് അതിനകത്തിൽ ഈ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളുണ്ട്. അതിനകത്തിൽ പാകിസ്ഥാനെയോ സൗദിയെയോ മറ്റൊരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രാജ്യം അവരുടെ ഇപ്പം സൗദി ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ സൗദിയെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇനിയും പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ സൗദി ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്. സൗദിക്ക് എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. കാരണം അവർക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്ന ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പാകിസ്ഥാന് കൊടുക്കാൻ സാധിക്കുക ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ടർക്കി മുന്നോട്ട് വന്നിരുന്നു, അല്ലെങ്കിൽ ചില ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടർക്കിയും ഈ പറഞ്ഞ ഒരു സൈനിക കരാറിനകത്ത്, അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സഖ്യത്തിൽ ടർക്കിയും ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പറഞ്ഞ് നമ്മൾ അന്ന് കുറേ മാസങ്ങൾക്ക് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു രൂപരേഖയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ രാജ്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ ഉയർന്ന തലത്തിൽ നിന്നും, സൗദിയുടെ ഉയർന്ന തലത്തിൽ നിന്നും, ടർക്കിയുടെ ഉയർന്ന തലത്തിൽ നിന്നൊക്കെ തന്നെ ഈ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ അന്ന് മുതൽ ഇന്ന് വരെ വളരെ നിരന്തരമായിട്ടുള്ള ചർച്ചകൾ. എന്നുവെച്ചാൽ ഇപ്പം പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ആയാലും പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ അസീം മുനിർ ആയാലും അവരുടെ മറ്റ് സൈനിക മേധാവികളും ഇൻ്റലിജൻസ് മേധാവികളൊക്കെ തന്നെ അങ്ങോട്ടും സൗദിയിലോട്ടും, അവിടെ നിന്ന് സൗദിയിൽ നിന്ന് ഇങ്ങോട്ടും, അല്ലെങ്കിൽ ടർക്കി എർഡോഗാൻ ഈ പറഞ്ഞ നേതാക്കളെ മീറ്റ് ചെയ്യുകയും അവരുടെ മിലിറ്ററി ഇൻ്റലിജൻസ് ഓഫീഷ്യൽസൊക്കെ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ എന്നുവെച്ചാൽ ഉന്നത തലത്തിലുള്ള മീറ്റിങ്ങുകളാണ് നമ്മളതിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നുവെച്ചാൽ ഈ രാജ്യങ്ങളൊക്കെ തന്നെ പരസ്പരം അവരുടെ ഈ പറഞ്ഞ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള മ്യൂച്വൽ ഡിഫൻസിലേക്കുള്ള സൗദിയും പാകിസ്ഥാനും ഓൾറെഡി ഉണ്ട്. പക്ഷേ ഇനി അതിനകത്ത് ടർക്കിയും കൂടെ അതിനകത്തിൽ ഒരു പാർട്ടിസിപ്പൻ്റ് ആകുവാൻ വേണ്ടി ടർക്കി അന്ന് മുതലേ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള എഗ്രിമെൻറ്റ് കണ്ടപ്പോൾ ഏകദേശം എല്ലാ ആൾക്കാരും വിചാരിച്ചത് ഇന്ത്യ എന്നുള്ളൊരു വിഷയം കൊണ്ടായിരിക്കും പാകിസ്ഥാൻ പെട്ടെന്ന് നിന്നൊരു സൗദിയുമായിട്ട് ഓപ്പറേഷൻ സിന്ധൂറിനൊക്കെ ശേഷം ഇന്ത്യയുടെ ഇനിയുള്ള ഭാവിയിലുള്ള ആക്രമണത്തെ നേരിടുവാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി സൗദിയുമായിട്ട് സൈനിക കരാറിൽ അല്ലെങ്കിൽ പ്രതിരോധ സഖ്യത്തിൽ ഏർപ്പെട്ടാണെന്നൊക്കെയാണ് പൊതുവെയുള്ള ഇന്ത്യയിലെ ആ സമയത്തൊക്കെയുള്ള ചില മുഖ്യതര മാധ്യമങ്ങളും യൂട്യൂബ് ചാനൽസും ഒക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ എഗ്രിമെൻ്റ് കാരണം ഇന്ത്യ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറിലി ഇന്ത്യ അല്ല, ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. കാരണം ഇസ്രായേൽ നമുക്കറിയാം, നമ്മൾ ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ കാര്യം പറഞ്ഞു. ഇസ്രായേൽ അവിടെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ രാജ്യങ്ങളെയും ടാർഗറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം എന്ന് വെച്ചാൽ ഇസ്രായേലിനെതിരെ നിൽക്കുവാൻ ശക്തിയുള്ള ഒറ്റയ്ക്കോ പെട്ടയ്ക്കോ വളരെ പവർഫുള്ളായിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളെല്ലാം തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡീസ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാൾക്കനൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല രാജ്യങ്ങളെ ബാൾക്കനൈസ് ചെയ്യുന്നത്, വെട്ടിമുറുക്കി ഫ്രാക്ചർഡ് ആക്കുന്നത്, ചെറിയ ചെറിയ രാജ്യങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ ലിബിയ, ലെബനൻ, സിറിയ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈവൻ ഇറാഖിലൊക്കെ തന്നെ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇറാനെതിരെ ഇപ്പം ഈ പറഞ്ഞ യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു ഡിസിസീവായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം അടുത്ത ഫേസ് ഓഫ് വാർ ശരിക്കും നമുക്ക് ഈ പറഞ്ഞ 3 രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ടർക്കി, സൗദി അറേബ്യ, കാരണം പിന്നെ ഈ മിഡിൽ ഈസ്റ്റിലും ഈ സമീപ പ്രദേശത്തുള്ള രാജ്യങ്ങളിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മുസ്ലിം രാജ്യങ്ങൾ ഈ പറഞ്ഞ 3 രാജ്യങ്ങളാണ്. ടർക്കി ആയാലും പാകിസ്ഥാനായാലും സൗദി ആയാലും വളരെ വലിയ രാജ്യങ്ങളുമാണ്, വളരെ പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങളുമാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ശ്രദ്ധ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെതിരെ തിരിയാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം എന്നുള്ളത് ഓൾറെഡി ടർക്കിയും പാകിസ്ഥാനും ഒക്കെ തന്നെ ഇന്ത്യയിലേറെ ഡിസ്കസ് ചെയ്ത് കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്.
എന്നുവെച്ചാൽ ഇറാൻ കഴിഞ്ഞാൽ അടുത്ത ഇസ്രായേലിൻ്റെ ടാർഗറ്റ് ആരെ എന്നുള്ളതിനെക്കുറിച്ച് ടർക്കിയുടെ ഒഫീഷ്യൽ ലെവലിൽ നിന്നും ഈവൻ പാകിസ്ഥാൻ്റെ ഒഫീഷ്യൽ ലെവലിൽ നിന്നൊക്കെ തന്നെ സ്റ്റേറ്റ്മെൻറ്റുകളും കമൻറ്റുകളും ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം സൗദിയിൽ നിന്ന് പക്ഷേ നമുക്കങ്ങനെ അവരുടെ ഒഫീഷ്യൽ തലത്തിൽ നിന്ന് ഇങ്ങനെ ഈ ഇസ്രായേലിൻ്റെ അടുത്ത ടാർഗറ്റ് സൗദി ആയിരിക്കുമെന്നുള്ളതൊന്നും പറഞ്ഞ് അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ കമൻസോ നമുക്കിതുവരെ കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഞാൻ കേൾക്കാത്തതാണെന്ന് അറിയില്ല. പക്ഷേ പൊതുവേ പാകിസ്ഥാൻ്റെയും ടർക്കിയുടെയും ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ ഓപ്പണായിട്ടുള്ള ഡിക്ലറേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ രാജ്യങ്ങൾക്ക് പേടിയുണ്ട് അല്ലെങ്കിൽ ആശങ്കയുണ്ട് എന്നുള്ളതാണ് നമുക്കിത് കാണിക്കുന്നത്. അപ്പോൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുള്ള, ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, ഇതുപോലുള്ള പരസ്പരം കൈകോർക്കലുകൾ കൂടെ ഈ ഇസ്രായേലിനെതിരെയുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യങ്ങളെ ഏതെങ്കിലും ആക്രമിക്കാൻ മുതിരുകയാണെങ്കിൽ ഒരുമിച്ച് നിന്നിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ 3 രാജ്യങ്ങളും അമേരിക്കയായിട്ട് ഏറ്റെടുത്ത ബന്ധം ഉള്ള രാജ്യങ്ങളുമാണ്. പാകിസ്ഥാനായാലും സൗദിയും ടർക്കിയും കൂടുതൽ. കാരണം പാകിസ്ഥാനിലും ബേസ് ഉണ്ട് അമേരിക്കയുടെ സെക്രട്ടറിയായിട്ടാണെങ്കിൽ തന്നെയും. പിന്നെ സൗദിയിലും ഒക്കെ തന്നെ അമേരിക്കൻ ബേസ് ഉണ്ട്. ഇതൊരു ഓപ്പണായിട്ടുള്ള കാര്യമാണ്. ടർക്കി നാറ്റോയിലെ മെമ്പർ നേഷനാണ്. അപ്പോൾ ഈ 3 രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തുന്നതാണെങ്കിൽ തന്നെയും ഇസ്രായേൽ ഒരുപക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം അവരെ അറ്റാക്ക് ചെയ്യാൻ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ടർക്കി ആയിരിക്കും നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ആകാനുള്ള സാധ്യത. പാകിസ്ഥാനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ടർക്കി ഇപ്പോൾ അവരുടെ ഈ പറഞ്ഞ പാകിസ്ഥാനും സൗദിയുമായിട്ടുള്ള ചർച്ചകൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണെന്നാണ്, എന്നുവെച്ചാൽ ഈ ഒരു സഖ്യത്തിൽ ചേരാൻ വേണ്ടി. അപ്പോൾ ഇതൊരു ട്രൈലാറ്ററൽ സെക്യൂരിറ്റി അലയൻസ് എന്ന് വെച്ചാൽ ഒരു ത്രികക്ഷി, മിഡിൽ ഈസ്റ്റിലെ ഒരു ത്രികക്ഷി. കാരണം 3 രാജ്യങ്ങളും വളരെ പവർഫുള്ളായിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളാണ്. കാരണം 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നേരത്തെ ടർക്കി ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ടർക്കിയുടെ പ്രസിഡൻറ്റ് എർഡോഗാൻ ഈ പറഞ്ഞൊരു സഖ്യത്തിൽ ചേരാനുള്ള കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് സമ്മതം മൂളിയിട്ടുണ്ട്, അല്ലെങ്കിൽ ടർക്കി ഇതിന് തയ്യാറാണ്, അല്ലെങ്കിൽ ടർക്കി ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് അല്ലെങ്കിൽ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ ഈ എർഡോഗാൻ മീറ്റ് ചെയ്യുകയും, ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഹയസ്റ്റ് ഒഫീഷ്യൽ ലെവലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിസിറ്റും കൗണ്ടർ വിസിറ്റും മീറ്റിങ്സും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് ഈ പറഞ്ഞ 3 രാജ്യങ്ങൾ തമ്മിൽ. 3 രാജ്യങ്ങൾ തമ്മിലുള്ള പിന്നെ ഇനത്തിൽ രാജ്യങ്ങളുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ 2 രാജ്യങ്ങൾ തമ്മിൽ, ടർക്കിയും പാകിസ്ഥാനും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓൾറെഡി പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഈ സെക്യൂരിറ്റി അലയൻസ് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. അപ്പോൾ ടർക്കി സംബന്ധിച്ച് ഇപ്പം ഈ 3 രാജ്യങ്ങളുടെ കാര്യം നമ്മൾ പറയുമ്പോൾ, സൗദിക്ക് പൈസ ഉണ്ട്, പാകിസ്ഥാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. ടർക്കിയെ സംബന്ധിച്ച് അവർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി ടെക്നോളജിയും ഒക്കെ തന്നെയുള്ള, അല്ലെങ്കിൽ മിലിറ്ററി മാനുഫാക്ചറിലൊക്കെ തന്നെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മുസ്ലിം രാജ്യമാണ്. ഈ പറഞ്ഞ രാജ്യങ്ങളുടെ കാര്യത്തിൽ ടർക്കി അല്പം കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യമാണ്. ഈവൻ ഫൈറ്റ് എയർക്രാഫ്റ്റ് പോലും അവർ നിർമ്മിക്കുകയും അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകളും മറ്റ് ആധുനിക വെപ്പൺസ് എല്ലാം തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ടർക്കി. പിന്നെ നാറ്റോയിലെ ഏറ്റവും 2ാമത്തെ പവർഫുള്ളായിട്ടുള്ള മിലിറ്ററി ഉള്ള രാജ്യമാണ്. എക്കോണമിക്കലി അവർ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പം സൗദിയുടെ ഫൈനാൻസും ടർക്കിയുടെ മിലിറ്ററി ടെക്നോളജിയും മിലിറ്ററി കപ്പാസിറ്റിയും പാകിസ്ഥാൻ്റെ ഈ ന്യൂക്ലിയർ വെപ്പൺസൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള, കാരണം എല്ലാ രാജ്യത്തിനും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, പല രാജ്യങ്ങൾക്കുമുള്ള കഴിവുകൾ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ 3 രാജ്യങ്ങളും തമ്മിൽ ഒരു സെക്യൂരിറ്റി അലയൻസ്, ട്രൈലാറ്ററൽ അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത്, 3 രാജ്യങ്ങൾ തമ്മിൽ ഉള്ളൊരു ത്രികക്ഷി സെക്യൂരിറ്റി അലയൻസ് ഉണ്ടാക്കുവാനുള്ള പരിപാടിയാണ്. അപ്പോൾ ടർക്കി അതിനകത്ത് ജോയിൻ ചെയ്തേക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ, അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്ത സമയത്തിനേക്കാളും കൂടുതൽ ഇപ്പോൾ അതിന് കൂടുതൽ സാധ്യത തെളിയുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ 3 രാജ്യങ്ങളും തമ്മിൽ നേരിടുന്ന കോമൺ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ അവരുടെ ഈ പാകിസ്ഥാനെ സംബന്ധിച്ചും സൗദിയെ സംബന്ധിച്ചും ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും ടർക്കിയെ സംബന്ധിച്ചും അവരുടെ മെയിൻ റൈവൽ ഇറാൻ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇസ്രായേൽ ആകാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ.
അപ്പോൾ ഇതിനകത്തൊരു മറ്റൊരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലും UAEയും ഇന്ത്യയും തമ്മിൽ കൂടുതൽ ഈ പറഞ്ഞ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ട്രാറ്റജിക്കായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ 3 രാജ്യങ്ങളെ സംബന്ധിച്ച് ഭാവിയിൽ UAEയും സൗദിയും തമ്മിൽ ഇപ്പോൾ തന്നെ അവർ ഓൾറെഡി അറ്റ് ഓഡ്സാണ്, 2 ധ്രുവങ്ങളിലാണ് അവർ പോകുന്നത്. യമനിലും അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അവർ കോൾഡ് വാർ, ഹോട്ട് വാർ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ UAE ഒപ്പക്കിൽ നിന്ന് മാറി UAE ഇസ്രായേലിൻ്റെ ക്യാമ്പിലാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഭാവിയിൽ ഇസ്രായേൽ സൗദിയെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ UAEക്ക് തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ കൂടെ നിന്നിട്ട് എല്ലാ സഹായങ്ങളും നൽകേണ്ടി വരും. ഇന്ത്യയും ആ ഒരു സഖ്യത്തിൽ കൂടുതൽ ഡീപ്പൻ ചെയ്തു വരികയാണ് നമ്മൾ തമ്മിൽ. അപ്പം എർഡോഗാനും അസീമിനും തമ്മിലുള്ള മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതിനകത്ത് അവർ ഈ പറഞ്ഞ സഖ്യത്തെക്കുറിച്ചൊക്കെ കൂടുതൽ ആധികാരികമായിട്ട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഈ ഒരു സെക്യൂരിറ്റി അലയൻസിനുള്ള കമ്മിറ്റ്മെൻറ്റ് അവർ അറിയിക്കുകയും റീജിയണൽ പൊളിറ്റിക്സിനെ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ടാണ് അവർ തീർച്ചയായിട്ടും ഈ ഒരു സഖ്യത്തിന് വേണ്ടി ഇപ്പോൾ സഖ്യം ഓൾറെഡി ഉണ്ട്, പക്ഷേ അതിലേക്ക് ടർക്കിയും കൂടെ വരാനുള്ള സാധ്യത ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സൗദിയുടെ നമ്മൾ പറഞ്ഞല്ലോ ഫൈനാൻഷ്യൽ റിസോഴ്സ്, പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ഡിറ്ററൻസ്, ടർക്കിയുടെ മിലിറ്ററി സ്ട്രെങ്ത്, അവർ അഡ്വാൻസ് ഡിഫൻസ് ടെക്നോളജിയൊക്കെ ഉള്ള രാജ്യമാണ് ടർക്കി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഈ സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ സൗദി അറേബ്യയും പാകിസ്ഥാനും ടർക്കിയും തമ്മിൽ ഇങ്ങനൊരു സെക്യൂരിറ്റി ആർക്കിടെക്ചർ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പറഞ്ഞ പടിഞ്ഞാറൻ ഈ സെക്യൂരിറ്റി ഗ്യാരണ്ടി എന്ന് വെച്ചാൽ സൗദിയൊക്കെ അമേരിക്കൻ പ്രൊട്ടക്ഷൻ കിട്ടുന്ന രാജ്യമാണല്ലോ. ഈവൻ പാകിസ്ഥാനും ഒരു പരിധിവരെയൊക്കെ, അതുപോലെ തന്നെ ടർക്കിയും നാറ്റോയിലുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഇങ്ങനെ അവരുടെ ഈ സ്വന്തമായിട്ടുള്ള ഈ ശക്തികളെല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് അവർക്കൊരു സഖ്യം രൂപീകരിക്കാൻ കഴിയുകയാണെങ്കിൽ, കാരണം ഇപ്പോൾ സൗദിക്കും ഒക്കെ തന്നെ അവർ നേരിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അമേരിക്കയുടെ ബേസ് അവിടെ ഉണ്ടെങ്കിൽ തന്നെയും അമേരിക്കയുടെ പേട്രിയോട്ടും താഡും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും കാര്യമായിട്ട് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ അവർക്ക് ഫേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒത്തിരി അവർക്ക് വൾണറബിലിറ്റീസ് ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ കണ്ടപ്പോൾ അമേരിക്കയെ എത്രത്തോളം അവർക്ക് നമ്പാൻ പറ്റുമെന്നുള്ളൊരു സംശയം ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ രാജ്യങ്ങൾ പരസ്പരം കൈകോർത്ത് ഒരു ഇസ്ലാമിക് നാറ്റോ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ, ഇസ്ലാമിക് നാറ്റോ എന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും, പക്ഷേ ആ ഒരു നാറ്റോയുടെ സ്റ്റൈലിൽ എന്നുവെച്ചാൽ ഒരു രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ നാറ്റോയിലുള്ള മറ്റു രാജ്യങ്ങളെല്ലാം ഈ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ ബാധ്യസ്ഥനാണെന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ അത് ഡിഫൻസിൻ്റെയും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഡിപ്ലോമസിയെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് അവരുടെ രാജ്യങ്ങളെ പരസ്പരം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ട്രീറ്റി അല്ലെങ്കിൽ ആ ഒരു സഖ്യമാണ് ശരിക്കുന്നത്. അപ്പോൾ ഈ സഖ്യത്തെ ഒരു R4 ആക്കി മാറ്റുക എന്ന് വെച്ചാൽ റീജിയണൽ 4, അതിനകത്തിൽ ഈജിപ്റ്റൂടെ പങ്ക് കൊള്ളുവാനുള്ള നമ്മളത് നേരത്തെ ചർച്ച ചെയ്തതാണ്. കാരണം ഈജിപ്തിനകത്തിൽ ഒരു പാർട്ടിസിപ്പൻ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സഖ്യം ഉണ്ടാകുകയാണെങ്കിൽ, ഈ 3 പേര് തമ്മിൽ തന്നെ ഒരു സഖ്യം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഫോർമിഡബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും അവർക്ക് പരസ്പരം അവരുടെ ഈ റിസോഴ്സുകൾ ഷെയർ ചെയ്യുകയും കമ്പൈൻ ചെയ്തവർക്ക് ഇനി ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇസ്രായേൽ UAE കോമ്പിനേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള അറ്റാക്കിനെ അവർക്ക് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ള കൗണ്ടർ അറ്റാക്ക് അവർക്ക് ചെയ്യുവാനോ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു രാജ്യം നേരിടുന്ന ഭീഷണി മറ്റ് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പം സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഉള്ള ആ ഒരു സെക്യൂരിറ്റി എഗ്രിമെൻ്റിൻ്റെ അടിസ്ഥാനത്തിലാണിത് ശരിക്കും. അപ്പോൾ സൗദിയെ സംബന്ധിച്ച് ഈ സമാന ചിന്താഗതിയുള്ള മുസ്ലിം ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെയൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് സൗദി അറേബ്യ, സിറിയ, ലെബനൻ, ഇറാൻ, ടർക്കി, യമൻ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഈ ഇൻസെക്യൂരിറ്റി ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇൻസ്റ്റെബിലിറ്റി, പ്രത്യേകിച്ച് യമൻ, ലെബനൻ, സിറിയ, ഇറാൻ ഈ പറഞ്ഞ രാജ്യങ്ങൾ, പിന്നെ സൗദി അറേബ്യൻ, ടർക്കിയൊക്കെ തന്നെ പൊട്ടൻഷ്യലി വൾണറബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഭാവിയിൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ തന്നെയും യമനിൽ നിന്ന് ഹൂത്തിയുടെ ഭാഗത്തുനിന്ന് സൗദിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള, ഇപ്പോൾ തന്നെ അടുത്ത സമയത്തും വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഹൂത്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് സൗദിയിലേക്കാണെങ്കിലും. അത് ഇറാൻ്റെ പ്രോക്സി ആണെങ്കിൽ തന്നെയും, ഇറാനിൽ നിന്നും ഡയറക്റ്റായിട്ടുള്ള ത്രെറ്റ് ഇല്ലെങ്കിൽ തന്നെ ഇറാൻ്റെ പ്രോക്സിയായിട്ടുള്ള ഹൂത്തീസിൽ നിന്നൊക്കെ തന്നെ തീർച്ചയായിട്ടും സൗദിയിലേക്കും റെഡ് സീയിലൊക്കെ തന്നെ അവർക്ക് നേരിടാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ത്രെറ്റ്സ് നേരിടാനും
കാരണം പാകിസ്ഥാനെ ഹൂത്തിക്കെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യതകളൊക്കെ തന്നെ ഈ സൗദി യമൻ ബോർഡറിൽ പാകിസ്ഥാൻ്റെ ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയുള്ളൊരു റിപ്പോർട്ടാണ് നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഇസ്രായേൽ റീജിയനിൽ അവരുടെ മിലിറ്ററി റോളും പ്രസൻസും ഒക്കെ തന്നെ അറ്റാക്കും അഗ്രഷനൊക്കെ തന്നെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ ഇസ്രായേലിൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ ടാർഗറ്റ് ഏത് രാജ്യമായിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം സൗദിയും ടർക്കിയും പാകിസ്ഥാനും ഒക്കെ തന്നെ ഓൾറെഡി അവർ സെൻസ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ ടാർഗറ്റ് ഈ പറഞ്ഞ രാജ്യങ്ങൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ കളക്റ്റീവായിട്ട് ഒരു പക്ഷേ ആകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് അവരുടെ രാജ്യത്തിന്, അവരുടെ സ്റ്റേറ്റിനും അവരുടെ ഇൻ്റലിജൻസിനും ഒക്കെ തന്നെ അറിയാമായിരിക്കുമല്ലോ കാര്യങ്ങളല്ലോ. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്താണ് ഈ പറഞ്ഞൊരു സഖ്യത്തിന് അവർ ഇപ്പോൾ രൂപകൽപ്പന ചെയ്യുന്നത്. അതിനേക്കാൾ ഉപരി UAEയും ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഈ പറഞ്ഞ സമാന രീതിയിലുള്ള സ്ട്രാറ്റജിക്കായിട്ടുള്ള സൈനികമായിട്ടുള്ള ഡിഫൻസ് കോപ്പറേഷനും റിലേഷൻഷിപ്പും ഒക്കെ തന്നെ വളരെ ശക്തമായിട്ടും ആഴത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ച ഈ പറഞ്ഞ രാജ്യങ്ങളെയും ശരിക്കും ആശങ്കപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യയും ടർക്കിയെയും പാകിസ്ഥാനെയും കൂടുതൽ ഒത്തൊരുമിപ്പിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെക്യൂരിറ്റി അലയൻസിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നൊരു ഘടകം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം പാകിസ്ഥാനും ടർക്കിയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അവർ തമ്മിൽ പ്രത്യേകിച്ച് സ്ട്രാറ്റജിക്കായിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് ട്രീറ്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ടർക്കി പാകിസ്ഥാനെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ആയുധങ്ങൾ കൊടുത്തും അത്യാധുനികമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ധു സമയത്തൊക്കെ നമ്മൾ കണ്ടാണ്. ഇനി അതിനെ ഒരു എഗ്രിമെൻറ്റിൻ്റെ എഗ്രിമെൻ്റ് തലത്തിലേക്ക് മാത്രം കൊണ്ടുവന്നാൽ മതി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെയുള്ളൊരു എഗ്രിമെൻ്റാണ് ഇപ്പോൾ അവിടെ ഉണ്ടാകുവാൻ, മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ചീഫ്, അതായത് ലീഡർ അസീം മുനീർ വളരെ ഈ ഒരു മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ, പ്രത്യേകിച്ച് ലിബിയ, സൗദി അറേബ്യ, ഈജിപ്റ്റ്, ജോർദൻ, UAE, ഇറാൻ, ലെബനൻ, ഖത്തർ. UAEനകത്തിൽ എന്തെങ്കിലും പങ്കെടുക്കത്തില്ല, അത് വേറെ കാര്യം. ഖത്തറിൻ്റെ കാര്യം നമുക്കറിയത്തില്ല. പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങൾ തന്നെ ലിബിയ, സൗദി അറേബ്യ, ഈജിപ്റ്റ്, ജോർദൻ, ഇറാൻ ഇതിനകത്തിൽ എത്രത്തോളം പങ്കെടുക്കുന്ന അറിയത്തില്ല. ലെബനൻ, പിന്നെ ടർക്കി പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഈ പാകിസ്ഥാൻ്റെ ലീഡറായിട്ടുള്ള അസീം മുനീർ സന്ദർശിക്കുക അല്ലെങ്കിൽ അവരുടെ ഹയസ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് ലെവലിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനെയൊക്കെ തന്നെ മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു ഏതെല്ലാം രാജ്യങ്ങൾ ഇതിനകത്തിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ അവരെ എല്ലാം കൂടെ ചേർത്തിട്ട് ഭാവിയിൽ അവിടെ വലിയൊരു ഈ സെക്യൂരിറ്റി അലയൻസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പാകിസ്ഥാൻ്റെയും സൗദിയുടെയും ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അപ്പം അസീം മുനീർ ഈ പറഞ്ഞ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഈ പറഞ്ഞ ജോർദൻ്റെയും അതുപോലെ തന്നെ ലിബിയ, UAE, സൗദിയുടെ ഓഫ് കോഴ്സ് അവരുടെ ടോപ്പ് ലെവലിലുള്ള ഒഫീഷ്യൽസുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടർക്കിയുടെ എർഡോഗാനുമായിട്ടും അവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടും പിന്നെ തെഹ്റാനുമായിട്ടും ഇറാനുമായിട്ടൊക്കെ തന്നെ വളരെ എന്താണ് പറയുന്നത്, ഈ നമുക്ക് അതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഈ പറഞ്ഞ മീറ്റിങ്ങുകൾ ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ പാകിസ്ഥാനും സൗദിയൊക്കെ തന്നെ പ്രത്യേകിച്ച് പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സെക്യൂരിറ്റി അലയൻസിൻ്റെ ഫോർമേഷനെക്കുറിച്ച് ഒരു പക്ഷേ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്തിൽ ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ തന്നെ പങ്കെടുപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളൊരു കാര്യം കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം പാകിസ്ഥാനെ ഈ പറഞ്ഞ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഖത്തറിൻ്റെ ലീഡേഴ്സിനെയും അവർ മീറ്റ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് എത്ര പേര് അതിനകത്തിൽ ജോയിൻ ചെയ്ത് നമുക്കറിയത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും ടർക്കിയും പാകിസ്ഥാനും സൗദിയും അതിൻ്റെ പ്രൈമറി സ്റ്റേജായിട്ടുള്ളൊരു സെക്യൂരിറ്റി അലയൻസ്, പിന്നീട് ഈജിപ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് തൽക്കാലം ഷെയർ ചെയ്യാൻ കഴിയുന്ന ചില ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഇതെങ്ങനെ ഇവോൾവ് ചെയ്യും, പരിണമിക്കും അല്ലെങ്കിൽ ആയിത്തീരും എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിനെ ഭയക്കുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ തന്നെ. ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഭാവിയിൽ ഒരുപക്ഷെ ഈ രാജ്യങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന പദ്ധതി അത് സെറ്റിൽ ചെയ്യുന്ന ആ നിമിഷം വരെയെങ്കിലും അവിടുത്തെ റീജിയണൽ കോൺഫ്രണ്ടേഷൻസ് അല്ലെങ്കിൽ അവിടുത്തെ റീജിയണൽ യുദ്ധങ്ങൾ നമുക്ക് മറിയും മറിഞ്ഞും ധ്രുവീകരണം മാറും. നമുക്ക് പണ്ട് നമുക്ക് ഇറാൻ ഇറാഖ് വാർ നടന്നു. അതിനുശേഷം ഇറാഖിനെ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം കൂടെ ആക്രമിച്ചു. പിന്നെ സിറിയ വന്നു. ഇപ്പോൾ ഇറാൻ, ലിബിയ, ലെബനൻ, പിന്നെ ഇറാൻ, ഇസ്രായേൽ,
ഇനിയിപ്പോൾ നാളെ ഇസ്രായേൽ സൗദിയാണോ, ഇസ്രായേൽ ടർക്കിയാണോ, ഇസ്രായേൽ പാകിസ്ഥാനാണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും യുദ്ധം അടുത്തൊരു തലത്തിലേക്ക് പോകുവാനുള്ള സാധ്യത പെട്ടെന്നല്ല, സമീപ ഭാവിയിലല്ല, പക്ഷേ വരും ഭാവിയിൽ മറ്റൊരു തലത്തിലേക്കും മറ്റൊരു ധ്രുവീകരണത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു ഫേസ് ഓഫ് വാർ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.